കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയം ഒരൊറ്റ പേരാണ്: രാഹുൽ മാങ്കൂട്ടത്തിൽ. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ലൈംഗിക ആരോപണങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇത് വെറുമൊരു സാധാരണ രാഷ്ട്രീയ നീക്കമല്ല, കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകളെയും ധാർമ്മികതയെയും ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പ്രതിസന്ധിയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു യുവനടി, പിന്നെ ഒരു ട്രാൻസ് വുമൺ, ഇവർക്കൊപ്പം നിരവധി സ്ത്രീകളൊക്കെ രാഹുലിനെതിരെ ഗുരുതര ലൈംഗിക ആരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ്. ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിക്കുന്ന രാഹുലിന്റേതെന്ന് കരുതുന്ന ശബ്ദരേഖകൾ വരെ പുറത്തു വന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു. സ്വാഭാവികമായിട്ടും എതിർ പാർട്ടികൾ ഈ വിഷയത്തെ ഏറ്റെടുത്തു. രാഹുലിന്റെ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന് അവരൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷെ കോൺഗ്രസിന്റെ പ്രതികരണം എന്തായിരുന്നു? പതിവ് പോലെ ഒഴുക്കൻ മട്ടിലുള്ള പ്രസ്താവനകൾ തന്നെയാണ്. ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് പറയുമ്പോഴും രാഹുലിനെ സംരക്ഷിക്കാൻ പാർട്ടി ശ്രമിക്കുന്നുണ്ട്. രാജിവെക്കലും മറ്റുമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു നടപടിയാണെന്ന് പറയാനാകുമോ? ഒടുവിൽ യുവ നേതാക്കൾക്കിടയിൽ നിന്ന് പോലും സമ്മർദ്ദം ഉയർന്നപ്പോൾ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കി. എന്നാൽ അതുകൊണ്ടൊന്നും ഈ വിവാദം കെട്ടടങ്ങിയില്ല. കോൺഗ്രസ് എന്നും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും അവരുടെ ആത്മാഭിമാനത്തെക്കുറിച്ചൊക്കെ വാചാലരാവാറുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണ്? കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു, പക്ഷെ എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു വിചിത്രമായിട്ടുള്ള കാരണമാണ്. രാഷ്ട്രീയ എതിരാളികൾക്ക് എംഎൽഎ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാൻ ധാർമ്മികതയില്ല എന്ന്. കാരണം അവർക്കും ഇത്തരം കേസുകളുണ്ട്. ഇവിടെയാണ് കോൺഗ്രസ് സ്വന്തം നിലപാടുകൾക്കെതിരെ സംസാരിക്കുന്നത്. രാഷ്ട്രീയ ധാർമ്മികത എന്നത് മറ്റുള്ളവർക്ക് മാത്രം ബാധകമായ ഒന്നാണോ? ആരോപണങ്ങൾ ഉയരുമ്പോൾ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന് മറ്റുള്ളവർ ആവശ്യപ്പെട്ടാൽ അതിന് മറുപടി നൽകേണ്ടത് നിങ്ങൾക്കും ഈ രോഗമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് മരുന്ന് വേണ്ട എന്നാണോ? ഇത് രാഷ്ട്രീയ പ്രതിരോധമല്ല, മറിച്ച് ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അധികാരത്തിന്റെ സുരക്ഷാ വലയം കോൺഗ്രസിനുള്ളിൽ രാഹുലിന്റെ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടും പാർട്ടി അതിന് തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ് രാജി വേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചത്? ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനുള്ള തന്ത്രമായിരിക്കാം. അതോ രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം നൽകേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം. എന്തൊക്കെ തന്നെ ആയാലും ഇവിടെ പാർട്ടി നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. അധികാരത്തിലിരിക്കുന്ന ഒരാൾക്ക് സാധാരണക്കാർക്ക് ബാധകമല്ലാത്ത ചില ആനുകൂല്യങ്ങൾ ഉണ്ട് എന്നത്. ഒരു സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനോട് പാർട്ടി ഇതേ സമീപനം കാണിക്കുമായിരുന്നോ? ഇല്ല. ഇവിടെ രാഹുൽ ഒരു എംഎൽഎ ആയതുകൊണ്ടും അദ്ദേഹത്തിന് അത്യാവശ്യം ജനപിന്തുണ മുമ്പ് ഉണ്ടായിരുന്നത് കൊണ്ടൊക്കെ ആകാം, പിന്നെ മുതിർന്ന നേതാക്കളുടെ പിന്തുണയും, പിന്നെ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരുമെന്ന് പാർട്ടി പറയുമ്പോഴും അതിനേക്കാൾ വലിയ ചോദ്യം ഈ വിഷയത്തിൽ നിയമപരമായി എന്ത് നടപടിയാണ് രാഹുലിനെതിരെ ഉണ്ടായത് എന്നതാണ്. ഒരു ചോദ്യചിഹ്നം മാത്രം. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വലിയ വാചകങ്ങൾ സംസാരിക്കുന്ന ഒരു പാർട്ടി സ്വന്തം നേതാവിനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നയത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഈ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലിനേക്കാൾ ഉപരി കോൺഗ്രസിനെയാണ് പ്രതിരോധത്തിലാക്കുന്നത്. രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചുള്ള കോൺഗ്രസിന്റെ അവകാശവാദങ്ങൾ ഈ സംഭവത്തോടെ പൊളിഞ്ഞു വീണു. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് ഈ സംഭവത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. പക്ഷെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് ഇതിലൂടെ ഏറ്റ മുറിവ് അത്ര എളുപ്പമൊന്നും ഉണങ്ങില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.